ഇതിൽ വലിയ കാര്യമൊന്നുമില്ലടേ, ഈ സ്റ്റഡി നമ്മളും പിടിച്ചാൽ സാധിക്കും, പിടിച്ചാൽ കിട്ടും അങ്ങനെ പറഞ്ഞെന്നാൽ എന്തുകൊണ്ട് നോക്കിക്കൂടാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. യൂണിഫോം ഇസ് ലൈക്ക് എ കവച്ച്. വൺസ് യു പുട്ട് ഇറ്റ് ഓൺ, then you can do a lot of things because the law gives you a lot of power, and it's not you who is doing it. It's the uniform. It's the uniform who is doing it. In a very positive sense. ആ സമയത്ത് അവിടുത്തെ ഒരു വീട്ടിൽ ഒരു ഡബിൾ മർഡർ. അതായത് ഒരു ദിവസം രാവിലെ വി ഗെറ്റ് ദ ഇൻഫർമേഷൻ ദാറ്റ് തൊടുപുഴയിലുള്ള ഒരു വീട്ടിൽ ഒരു പ്രായമായ ഒരാളും അയാളുടെ വൈഫും കൂടെ താമസിക്കുന്ന വീട്ടിൽ ഒരു ജോലിക്കാരെയും കണ്ട് രാവിലെ ഒന്നും തുറന്നിട്ടില്ല. കയറിയപ്പോഴത്തേക്കും അവരെ മർഡർ ചെയ്തിട്ടുണ്ട്. വെരി ഗ്രൂസം തിങ്. അതായത് രണ്ടുപേരെയും, ഒരാൾ ബെഡിലും ഒരാൾ പിന്നെ ഡൈനിങ് ടേബിളിലും അങ്ങാണ്ട് കിടന്ന് വൈകുന്നേരം രാത്രി ഒരു 10-11 മണിയോടെ സംഗതി സോൾവ് ആയി. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ റെക്കോർഡ് ടൈമിലാണ് സോൾവ് ചെയ്തത്. അപ്പോൾ അതിന് അന്നത്തെ ഹോം സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ അപ്രീസിയേഷൻ ലെറ്റർ ഇതൊക്കെ കിട്ടി. നിവിൻ പോളി അഭിനയിച്ച ഒരു എസ്ഐയുടെ സിനിമ ആക്ഷൻ ഹീറോ ബിജു. ആക്ച്വലി അവർ വളരെ കാര്യമായിട്ട് പോലീസ് ഞങ്ങളുമായിട്ട് വന്ന് ഏകദേശം നമസ്കാരം, വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഇമ്പാക്റ്റ്. നമ്മുടെ ഒരു പുതിയ ടോക്ക് സീരീസാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് നമ്മുടെ ആദ്യത്തെ ഡെബ്യൂ സീരീസാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് എ വെരി എമിനൻറ്റ് പേഴ്സണാലിറ്റി വിത്ത് അസ്. ആൻഡ് വെരി ഹാപ്പി ടു ഹാവ് ആനന്ദകൃഷ്ണൻ സർ, IPS, ഫോമർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. വളരെയധികം സന്തോഷം. സാറിന് തന്നെ ഒരു ഞങ്ങളുടെ ഡെബ്യൂ സീരീസിൽ കിട്ടിയതിന് വളരെയധികം സന്തോഷം. So it's a happy future also for the series. Definitely sir, definitely more to have എന്ന് വിചാരിക്കുന്നു. So definitely sir 1989 ബാച്ച് ഓഫീസറാണ്. സോ നമ്മൾ പോകുന്നതിന് മുമ്പ് സർ, ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഓവർ ദി ഇയേഴ്സ് ഇപ്പോൾ ഞാൻ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്തും പേരൻസിൻ്റെ അടുത്തൊന്നും എപ്പോഴും സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ചോദ്യങ്ങളൊന്നും ഒരു ഒത്തൻറ്റിക് ലെവലിൽ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് വി ഹാവ് ദ വെരി റൈറ്റ് പേഴ്സൺ ടു ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടം തുടങ്ങാം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കാലഘട്ടം മാറി, ഇന്ന് പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് മാറുന്നില്ലല്ലോ. സാർ 89 ബാച്ചിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാർ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ നിന്നിട്ട് പിന്നെ IPS ആഗ്രഹിച്ച് തന്നെ പഠിച്ചതാണോ സാറ്? അല്ല, അങ്ങനെയല്ല. അത് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ ബിക്കോസ് ഈവൻ അർജുൻ യു വോണ്ട് നോ, അപ്പം നമ്മുടെ അന്നത്തെ സോഷ്യൽ ഒരു ഒരു റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾക്ക് പയ്യൻ പഠിക്കുക, കേപ്പബിലിറ്റി അനുസരിച്ച് പഠിക്കുക, പഠിച്ചിട്ടൊരു ജോലിയിൽ കയറുക, ലൈഫിന് ഒരു ബേസ് ഉണ്ടാക്കുക. അതാണല്ലോ അന്നത്തെ ഒരു എയിം. അപ്പോൾ അപ്പോൾ ആദ്യം പഠിച്ചു. എൻ്റെ കൂടെ നമ്മുടെ നാച്ചുറലി ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിച്ചു. മിക്കവാറും പേര് ബാങ്കിൽ കയറി, ബാങ്ക് എക്സാംസ് എഴുതി, ബാങ്ക് ക്ലറിക്കൽ എഴുതിയിട്ട് ബാങ്കിൽ കയറി. അത് കഴിഞ്ഞ് വി വർ പെർഫെക്റ്റ്ലി ഹാപ്പി, നോ ഇഷ്യൂസ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള 1-2 പേര് അതിൽ തന്നെ പ്രൊബേഷണറി ഓഫീസർ എഴുതി. അപ്പോൾ പിന്നെ എല്ലാവരും യു ട്രൈ ടു ഫോളോ ദാറ്റ്. അപ്പോഴൊന്നും എനിക്ക് ഈ സിവിൽ സർവീസിൻ്റെ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. സാർ SBTയിലും കാനറ ബാങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, SBTയിലും കാനറ ബാങ്കിലും വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഇതുപോലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഈ ഓഫീസർ ജോബിലൊക്കെ പോയി. എനിക്കും കാനറ ബാങ്കിൽ ഒരു ഓഫീസർ ജോബ് കിട്ടി. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫോളോ ചെയ്തു. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം കൂടെ ബേസിക്കലി എനിക്കത് വലിയ താല്പര്യമില്ലാതെയാണ് ഞാനത് എടുത്തത്. ഈ പറഞ്ഞ പോലെ PG വേണമെന്ന് താല്പര്യമില്ല. അല്ലല്ല, ഞാൻ ആക്ച്വലി BCom ആണ്. BCom കഴിഞ്ഞ് ഞാൻ MComന് പോയി. സോ ബേസിക്കലി ഐ ആം നോട്ട് കട്ട് ഔട്ട് ഫോർ അക്കൗണ്ടൻസി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദെയർ വാസ് എ ഫ്രസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് അത് എങ്ങനെ ഹൗ ടു ഓവർകം ദാറ്റ് നെഗറ്റീവ് ഫീലിംഗ് എന്ന് നോക്കിയപ്പോഴാണ് വേണമെങ്കിൽ ഇത് നോക്കാം. അപ്പം അറ്റ് ദാറ്റ് ടൈം ഫ്രാങ്ക്ലി ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് എലീറ്റ്. അത് ശരിക്കും ആക്ച്വലി യു കുഡൻറ്റ്, ഐ മീൻ നോർമലി ഞങ്ങളുടെ ഗ്യാങ്ങിലൊന്നും നൺ ഓഫ് us ഈവൻ aspired ഫോർ ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് യു തോട്ട് ദ എക്സാം വാസ് സംതിങ് ബിഗ്. അപ്പം നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് എന്നുള്ളൊരു ഫീലിംഗ് അന്ന് അങ്ങനെയാണ്. കാരണം സോ ഫ്യൂ പീപ്പിൾ ഗെറ്റ് ടു, ആൻഡ് ഈ കയറുന്നതെല്ലാം ഏകദേശം ജീനിയസ് ടൈപ്പ്. ഇപ്പോൾ എത്ര പടി കയറി വന്നെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് കയറുന്നത്. അപ്പം നമുക്കത് പറ്റില്ല. പക്ഷേ ഞാനത് സർപ്രൈസിംഗ്ലി എൻ്റെ ഒരു ഫ്രണ്ട്, സീനിയർ ടു മീ, 2-3 years സീനിയർ ടു മീ, ഇസ് LLB.
അപ്പോൾ ഹീ വാസ് വർക്കിംഗ് ആസ് എ ക്ലർക്ക് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഹീ ടോൾ മീ ഇതിൽ വലിയ കാര്യമൊന്നുമില്ലടേ, ഈ സ്റ്റഡി നമ്മളും പിടിച്ചാൽ സാധിക്കും, പിടിച്ചാൽ കിട്ടും, പിടിച്ചാൽ കിട്ടും. അങ്ങനെ പറഞ്ഞെന്നാൽ എന്തുകൊണ്ട് നോക്കിക്കൂടാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്, ജോലിയുടെ കൂടെയാണ് പഠിച്ചത്. അപ്പോൾ ജോലിയുടെ കൂടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് അതിൻ്റെ കോൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുന്നത് 2 മാസം, അവസാനത്തെ ഒരു 2 മാസം എന്തെങ്കിലും സിക്ക് ലീവ്, കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ലീവ് എടുത്ത്, ഇത് കാണുന്ന ഒരുപാട് പേര് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അതെ അതെ, ലാസ്റ്റ് 2 months ലീവ് എടുത്ത് പഠിക്കും. അതിന് മുമ്പുള്ളത് പ്രിലിംസിനൊക്കെ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ മെയിനിന് 2 മാസം ലീവ് എടുത്ത് പഠിക്കും. അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ടൈം അറൗണ്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല, സെക്കൻഡ് ടൈം ഇൻ്റർവ്യൂവിന് വിളിച്ചു, കിട്ടിയില്ല. അത് വെൻ ദ പേപ്പേഴ്സ് കെയിം ബാക്ക്, എനിക്ക് അന്ന് അക്കൗണ്ടൻസി എന്ന് വെച്ചാൽ കോമേഴ്സാണ് പേപ്പറായിട്ട് എടുത്തത്. ഓപ്ഷനിൽ 2 ഓപ്ഷനിൽ എടുക്കാം, കോമേഴ്സ് ഓപ്ഷനിൽ. അപ്പോൾ ഒരു കോമേഴ്സ് ഓപ്ഷനിൽ മാർക്ക് വളരെ കുറവ്, ആക്ച്വലി സം 50 out of 300. അത് പക്ഷേ അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ദാറ്റ് ഐ ഷുഡ് ടെൽ യു. പക്ഷേ ദർ ഇസ് നോ സെൻസ്, ഐ മീൻ നോ റെലവൻസ് നോ. കാരണം ദാറ്റ് റിലേറ്റ്സ് ടു പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഇവിടെ ഒരു ഒറ്റ പുസ്തകം അവൈലബിൾ അല്ല, ട്രിവാൻഡ്രത്ത് ഒരൊറ്റ പുസ്തകമല്ല. അന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് ഐ ഗോട്ട് ബുക്സ് വിച്ച് വെയർ ഓഫ് 1950 edition, 1955 edition. Books were totally unavailable. The material was totally unavailable. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതെന്നല്ല ഞാൻ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഐ മീൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യു ഡിഡ്ന്റ് ഹാവ് എനി ഇൻപുട്സ് ഇൻ ദാറ്റ് സെൻസ്. ജനറൽ സ്റ്റഡീസിനൊക്കെ പിന്നെയും കുറേ പത്രം വായിക്കും. അപ്പോൾ അങ്ങനെ ഐ ചേഞ്ച് ദ സബ്ജക്റ്റ്. എന്നിട്ടാണ് സോഷ്യോളജി എടുത്തത്. ബിക്കോസ് സോഷ്യോളജി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ സോഷ്യോളജി, ആന്ത്രോപോളജി, ജിയോഗ്രഫി അറിയാമല്ലോ, അതൊക്കെ സേഫ് ഓപ്ഷണൽസ് ആയിട്ടാണ് കരുതുന്നത്. അങ്ങനെ സോഷ്യോളജി കയറി പിടിച്ചാണ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പോൾ അതിൽ എനിവേ ഗോട്ട് ത്രൂ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ദ ക്രക്സ് ഓഫ് ഇറ്റ് ഇസ് ദാറ്റ് ഇത് കിട്ടണം എന്ന് പറഞ്ഞല്ല എഴുതിയത്. ഇതൊരു ജോലിയുണ്ട്, പക്ഷേ ഒരു സിവിൽ സർവീസ് ഒരു നല്ല കവറ്റബിൾ ജോലിയാണെന്ന് അറിയാം. അത് കിട്ടുമോ എന്ന് സംശയമായിരുന്നു. എന്നാലും ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു തവണ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വാശിയായി, എങ്ങനെയെങ്കിലും ഇത് കിട്ടണം. കാരണം ഈ പറഞ്ഞ പോലെ ഒരു തവണ എഴുതി ഇതിനെ ഇന്റർവ്യൂവിന് പോയി സാറല്ലേ, സെക്കൻഡ് ടൈം ഇന്റർവ്യൂവിന് പോയി, അതിന് കിട്ടിയില്ല. അപ്പോൾ വാശിയായി. പിന്നെ അപ്പം പിന്നെ ഒരു അറ്റംപ്റ്റ് കൂടെ ഉള്ളൂ, നമുക്ക് 3 attempts ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ ആ വാശിയുടെ പുറത്ത് പിന്നെ എനിക്ക് എസെൻഷ്യലായിട്ട് ഇതിന് വേണ്ട അടിസ്ഥാനപരമായൊരു ക്വാളിറ്റി അതാണ്, ആ ഒരു വാശി വേണം. അത് കിട്ടണം. എനിക്ക് തോന്നുന്നു that is to be noted. നമ്മുടെ ആ ഒരു that is to be because it ആ ഒരു ഫയറല്ല സർ ഉദ്ദേശിച്ചത്, ആ ഒരു വേണം എന്ന ഫയർ എന്ന് വെച്ചാൽ ഇറ്റ് ബിക്കംസ് ലൈക്ക് നമ്മളിപ്പോൾ പറയുമല്ലോ, കുറച്ച് ഡൈവേർട്ട് ചെയ്താൽ അജപാജപം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്കലി ജപിക്കാതെ തന്നെ ജപം അകത്ത് നടക്കുമെന്ന് പറയും. അതിനെയാണ് അജപാജപം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്പിരിച്വലി പോകുന്നത്. അപ്പോൾ അതേപോലെ എനിക്കിത് വേണം എന്നുള്ള ഇറ്റ് സ്റ്റാർട്ട്സ് ആ ഒരു ക്ലോക്ക് ഇങ്ങനെ, ഐ മീൻ ഒരു മെഷീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ യു ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യം വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ തിങ്ക് ദാറ്റ് ഇസ് വെൽ സെഡ് സർ. എനിക്ക് തോന്നുന്നത് കാണുന്ന ഒരുപാട് ആസ്പിരൻസ് ഉണ്ടാവും, പഠിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നുണ്ടാവും ആ ഒരു പഠിച്ചാൽ കിട്ടും. എനിക്ക് എൻ്റെ ഫീലിംഗ്, ഇത് ചിലപ്പോൾ എതിരഭിപ്രായം കാണുമായിരിക്കും, വലിയ ജീനിയസ് ഒന്നും ഇതിനാവേണ്ട ആവശ്യമില്ല. വലിയ ജീനിയസ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ സർവീസിൽ വലിയ ജീനിയസുകൾ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നെയുള്ള എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത്. ഒത്തിരി ജീനിയസ് ആയ അതിപ്പോൾ ഞങ്ങളുടെ IPS ബാച്ചിൽ 74 പേരുണ്ടായിരുന്നു. അതിൽ അബൌട്ട് 50 or 55 കെയിം ഫ്രം IITs. മെനി ഓഫ് ദം ആർ ടോപ്പേഴ്സ്. പക്ഷേ എല്ലാവരും അവരുടെ അക്കാഡമിക് കരിയർ പോലെ പ്രൊഫഷണൽ കരിയർ എക്സൽ ചെയ്തോന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അത് ദാറ്റ് ഷോസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. കേപ്പബിലിറ്റീസിൽ എന്തായാലും വ്യത്യാസം കാണുമായിരിക്കാം. പക്ഷേ എനിവേ ഒരു ആവറേജ് പെർഫോമിംഗ് വിത്തിൻ ദ സിസ്റ്റം അത് വേറൊരു തന്നെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അതിൽ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയാം. പക്ഷേ ഒരു ആവറേജ് പഠിക്കാൻ എഫർട്ട് എടുക്കാൻ താല്പര്യമുള്ള ആളിന് പഠിച്ചാൽ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. സാർ പറഞ്ഞ ആ ഒരു ക്രേവിംഗ്, ഉള്ളിലുള്ള ഒരു വേണം എന്നുള്ളൊരു വാശി, അത് എനിക്ക് എൻ്റെ ദാറ്റ്സ് മൈ പേഴ്സണൽ ഫീലിംഗ്. ഓക്കെ സർ, വൺ മോർ സപ്ലിമെന്ററി ക്വസ്റ്റൻ ടു ഇറ്റ് സർ. 89 ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും സാർ ഇപ്പോൾ പറഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ്. എല്ലാവരും ജോലി സേഫ് ആയിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഐ എം വെരി ക്യൂരിയസ് ടു ആസ്ക്. സോ ഡെഫിനറ്റ്ലി വെൻ ഐ ഹാവ് എ DGP ഇൻ ഫ്രണ്ട് ഓഫ് മീ, അന്ന് സാറ് ഒന്ന് എഴുതിയാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പഠിത്തത്തിന് മുന്നേ ആലോചിച്ചിരുന്നു. അന്നും IPS വേണം അല്ലെങ്കിൽ യൂണിഫോം വേണം എന്നുള്ളതൊരു പാഷൻ്റെ ഭാഗമായിരുന്നു സാറിന്? അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അല്ല. എനിക്ക് IPS into accident എന്നാണ്. അല്ലല്ല, എനിക്ക് IPS വേണമെന്നില്ലായിരുന്നു. ബിക്കോസ് ഐ ആം ടു അഡ്മിറ്റ് ഞാനൊരു ഇൻട്രോവേർട്ടാണ്.
ഐ എം വെരി സെൽഫ് കോൺഷ്യസ്, ഐ എം വെരി പബ്ലിക് ഷൈ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ IPS എന്നുള്ളൊരു കാര്യം ഞാൻ ആലോചിച്ചില്ല. പിന്നെ എഗെയിൻ ഭയങ്കര ക്രൈം ഫിക്ഷൻ്റെയൊക്കെ ഫാനാണെങ്കിലും ഐ ആം നോവെയർ നിയർ വയലൻസ് or physical action. I mean, at that point of time. അപ്പോൾ ആക്ച്വലി when the results came out, I decided to take revenue service. Because that was the next best. IAS കിട്ടില്ല. Because of the rank, എനിക്ക് 122 ആയിരുന്നു റാങ്ക്. അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് IAS കിട്ടില്ല. അപ്പോൾ റവന്യൂ സർവീസ് എടുക്കാമെന്ന് പറഞ്ഞു. IRSലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു അമ്മാവന് ഇവിടെയുള്ള ഒരു എൻ്റെ അമ്മയുടെ ബ്രദർ, ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്ന ആൾ, അദ്ദേഹം ഇവിടുത്തെ ഒരു അന്ന് വിജിലൻസിലെ ഒരു വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഈ പറഞ്ഞ ഇവന് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂപ്പര് എന്നെ വിളിച്ച് സംസാരിച്ചു. അതായത് വാട്ട് he said was that ഇതിൽ ആക്ച്വലി യു ക്യാൻ ഗെറ്റ് ഇറ്റ്, യു ക്യാൻ ടേക്ക് ഇറ്റ്, ദാറ്റ് ഇസ് വൺ ഓഫ് ദ 3 പ്രീമിയം സർവീസസ്. അതുപോലെ അതിൻ്റെ ക്വാളിറ്റി ഓഫ് വാട്ട് യു ക്യാൻ ഡു ഇസ് ഡിഫേഴ്സ് മച്ച് മോർ കമ്പയർഡ് ടു റവന്യൂ സർവീസ് മോശമാണെന്നല്ല, പക്ഷേ ഇതിനൊരു ഡെഫിനറ്റ്ലി ഒരു ഇമ്മീഡിയറ്റ്ലി ആളുകളെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരുപാട് തരത്തിൽ ചെയ്യാം. റവന്യൂ ഒക്കെ ആകുമ്പോൾ അവരുടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് ലിമിറ്റേഷൻസ് അത്രയും തന്നെ ഇല്ല, കുറെ കൂടെ ബ്രോഡ് ലൈൻ ഒരു ഇതിൽ നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അത് ആ ചാൻസ് കളയുന്നത് മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് പറഞ്ഞ് അത് ആലോചിച്ച് ഒരു മനസ്സിലോടെ അപ്പോൾ കൊടുത്തത് ഒരു പ്രഷറിൻ്റെ പുറത്താണ് സാർ IPS തീരുമാനിച്ചത്. ആക്ച്വലി ഒരു പ്രഷറിൻ്റെ പുറത്താണ് കൊടുത്തത്. പക്ഷേ ആഫ്റ്റർ കമ്മിങ് ഇൻ ഐ ഫൗണ്ട് ദാറ്റ് യു ക്യാൻ മാനേജ്. ഇപ്പോഴും ഞാനതിൽ എൻ്റെ ആ ക്യാരക്ടറൊന്നും മാറിയിട്ടില്ല. പക്ഷേ വൺസ് യു ആർ ഇൻ യൂണിഫോം ഐ ഫൈൻഡ് ദാറ്റ് യു ക്യാൻ പെർഫോം. അത് ഞങ്ങളുടെ അക്കാഡമിയിലെ ഒരു ഞങ്ങളെ പഠിപ്പിച്ച 73 ബാച്ച് വെസ്റ്റ് ബംഗാൾ കാഡർ ഓഫീസറുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഓണർ ഫോർ ഇൻസ്ട്രക്ടർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, യൂണിഫോം ഈസ് ലൈക്ക് എ കവച്ച്. വൺസ് യു പുട്ട് ഇറ്റ് ഓൺ, then you can do a lot of things because the law gives you a lot of power, and it's not you who is doing it. It's the uniform. It's the uniform who is doing it, in a very positive sense. Actually, I found that is very true because once you put it on, then your self-consciousness, introvertedness ഒക്കെ പോകുന്നു. You have to go out and act, and that serves as a kavach actually. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഷൈ ആയിട്ടുള്ള ആൾ ഇപ്പോൾ DGP കഴിഞ്ഞിട്ട് തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് പറഞ്ഞ ആ കവച് വന്നതിന് ശേഷം സാറ് സർവീസിലപ്പോൾ ഒരു ഡ്യുവൽ സൈഡഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് യൂണിഫോം ഇടുമ്പോൾ മാത്രം ഞാൻ ടഫ് ആവണം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സമാധാനപ്രിയനാണെന്ന് പറയുന്നത്. അല്ല അങ്ങനെയല്ല. നമുക്ക് യൂണിഫോം ഇട്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻസിൽ പോകുമ്പോൾ then you have to act. അപ്പോൾ you have to act maybe tough, or you have to act strict, or you have to, കാരണം പോലീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റെസ്ട്രിക്റ്റീവ് ആണല്ലോ. ടെല്ലിങ് പീപ്പിൾ വാട്ട് ദേ കനോട്ട് ഡു എന്നുള്ളതാണ് നമ്മുടെ കൂടുതൽ മറ്റേ ജോബ് പോലീസിങ്ങിൻ്റെ ഒരു ബേസിസ് ആണല്ലോ. കാരണം നോബഡി വാണ്ട്സ് ടു ഒബേ ദ ലോ. അപ്പോൾ അതിലങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. ബിക്കോസ് വൺസ് യു ആർ ഇൻ ഇറ്റ് യു ക്യാൻ ഫങ്ഷൻ. പിന്നെ സപ്പോസ് ഇറ്റ്സ് എ എക്സ്ട്രോവേർട്ടഡ് പേഴ്സൺ ഓർ എ പേഴ്സൺ ഹു ലൈക്സ് ഹു ഇസ് ഗ്രിഗേറിയസ് ബൈ നേച്ചർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി ഹി മേ എൻജോയ് ഇറ്റ് മച്ച് മോർ. പക്ഷേ എഫക്റ്റ് വൈസ് ഇറ്റ് ടേക്സ് ബോത്ത് ടൈപ്സ് ടു ഗെറ്റ് ദ വർക്ക് ഗോയിങ്. ഓക്കെ, അതൊരു വിഷയമല്ല. പിന്നെ സാർ, ഇത് സാറിൻ്റെ ഒരു ക്യാരക്ടർ പ്രൊഫൈലിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസ്, ഞങ്ങളൊക്കെ ഈ ക്ലാസ്സുകൾ എടുക്കാൻ, ഈ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പേരൻസ് ഉൾപ്പെടെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേരൻസ് എല്ലാം ഭയങ്കര, ഇപ്പോൾ സാറിൻ്റെ അങ്കിളിന് പറഞ്ഞ പോലെ ഭയങ്കര അംബീഷ്യസ് ആണ്. കുട്ടികളെക്കാട്ടും അംബീഷ്യസ് ആണ് പേരൻസ്, മക്കളെ സിവിൽ സർവൻസ് ആക്കണം. അപ്പോൾ പലരും പറയുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേൾക്കാറുണ്ട്. അതായത് ഈ സർവീസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് പോലീസിങ്ങിലേക്കോ അല്ലെങ്കിൽ സിവിൽ സർവീസ് ജനറലിലേക്കോ വന്നു കഴിഞ്ഞാൽ, ഈ പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടൊക്കെ നമ്മൾ പഠിച്ച് വന്നിട്ട് ശരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഈ പ്രഷേഴ്സിൻ്റെ അടിയിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇത് പോവുകയാണോ, അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് പേരൻസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്തിനാ ഇതിലേക്ക് പ്രിഫർ ചെയ്യണമെന്നില്ലേ? ഡെഫിനറ്റ്ലി അതും ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. മേ ബി സാറിൻ്റെ ഒരു കരിയറിൽ സാറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അത് അല്ല, അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യൻസിൻ്റെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ നമ്മുടെ ഇത്രയും പ്രിപ്പറേഷനും നമ്മുടെ ഇത്രയും ഇൻ്റലിജൻസും ഒക്കെ വച്ചിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്തൊരു മാച്ചിങ് ലെവലല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. എനിക്കത് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരിക്കലും ശരിയല്ല. ചിലപ്പോൾ ഇൻ്റലക്ച്വലി നമ്മളിപ്പോൾ IIT JEE ഒക്കെ പഠിച്ച് പാസ്സായി വരുമ്പോൾ ഇറ്റ് ഓൺലി ഷോസ് യുവർ ഇൻ്റലക്ച്വൽ അക്യൂരിറ്റി, അല്ലാതെ ഇറ്റ് ഡസൻറ്റ് ഷോ എനിത്തിങ് എൽസ്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഇപ്പോൾ ലെറ്റ് സേ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു പഞ്ചായത്തിൽ ഏകദേശം 1000-1500 വോട്ട് കാണും. അല്ല, 1000-1500 കൂടുതലാണ്, ഒരു 3000-4000 വോട്ട് വരെ കാണും. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് സാധാരണ 900-1000 വോട്ടൊക്കെയാണ് കിട്ടുന്നത്.
ഒരു മനുഷ്യന് ബാക്കി 1000 പേരുടെ സപ്പോർട്ട് എന്തിൻ്റെ ബേസിസിലാണെങ്കിലും, പാർട്ടിയുടെ ബേസിസിലാണെങ്കിലും പേഴ്സണാലിറ്റിയുടെ ബേസിസിലാണെങ്കിലും 1000 പേരെ കൊണ്ട് അയാളെ എൻഡോഴ്സ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ദീസ് ഗൈസ് ആർ ടോട്ടലി കമ്മിറ്റഡ്. അവർ പിന്നെ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ദർ ആർ ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ, അവർ ചിലപ്പോൾ അത് സെൽഫിഷൻസിന് യൂസ് ചെയ്യുന്നുണ്ടോ, അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവരുടെ ലൈഫ് ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ പറയില്ല തലയ്ക്ക് ഒഴിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വെച്ചൊരു ജീവിതമാണ്. അതുകൊണ്ട് ഈ പൊളിറ്റീഷ്യൻ ഈസ് ആസ് സ്മാർട്ട് ആസ് യു ഓർ മേ ബി സ്മാർട്ടർ ദാൻ യു. അത് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി അല്ല. അത് പീപ്പിൾ വിത്ത് ഹൂം യു ഇൻട്രാക്ട്, ഈവൻ ദ നോർമൽ പീപ്പിൾ ഹൂം യു കം അക്രോസ്. നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വേരിയസ് ഗ്രേഡ്സിൽ ജോലി ചെയ്യുന്ന ലോവർ ഗ്രേഡ്സ് ആവാം, അതിൽ പലരും മേ ബി ബെറ്റർ ക്വാളിഫൈഡ് ദാൻ യു, യു മേ നോട്ട് നോ, ദേ മേ ബി ഇൻ്റലക്ച്വലി ബെറ്റർ ദാൻ യു. കുറേ നമ്മളെക്കാട്ടിലുമൊക്കെ പലതരത്തിലും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എനിക്കൊന്ന് അതും ഒരു നോഷൻ ആയിരിക്കും. അതായത് ഓഫീസേഴ്സിനൊക്കെ കൂടുതൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സാർ പറഞ്ഞത്. പ്രാക്ടിക്കലി അതൊരു ഹാങ് അപ്പ് ആണ്. അതായത് പണ്ട് സിവിൽ സർവീസിൽ സായിപ്പന്മാരായിരുന്നു. സായിപ്പന്മാരും അവർ സെലക്ട് ചെയ്ത എലീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പിക്ചറാണ് ആളുകളുടെ മനസ്സിലുള്ളത്. അതെ, കറക്റ്റ്, സാധാരണക്കാരുടെ മനസ്സിൽ. അപ്പോൾ അതിനെ അപ്പോൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിനെയാണ് കാണുന്നത്. അതും ആ ഒരു ലെറ്റസേ ഒരു കാസ്റ്റ് ഡിഫറൻസ് ആണത്. ആ ഡിഫറൻസിൽ വെച്ചിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഗതി അങ്ങനെയേ അല്ല. ഈവൻ മുമ്പും സംഗതി അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അവർ കുറച്ച് സബ് കോൺഷ്യസ്ലി ഓഫീസേഴ്സ് എല്ലാം സുപ്പീരിയറും പൊളിറ്റീഷ്യൻസ് എല്ലാം ഒരു ഇൻഫീരിയർ കാറ്റഗറി. ഡെഫിനറ്റ്ലി സബ് കോൺഷ്യസ്ലി. ഇപ്പം നമ്മുടെ പാരൻസ്, ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ ഒക്കെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സായിപ്പന്മാരെ കണ്ടിട്ടുള്ള ജനറേഷനാണ്. രാജാവിൻ്റെയും അന്നത്തെ ദിവാനും മറ്റവരും മറിച്ചവരും എന്നൊക്കെ പറഞ്ഞ കളക്ടർമാരും അവരവരൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ ആ പിക്ചർ തന്നെ കുറേയൊക്കെ ഇപ്പം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ നമ്മളെ വിട്ടിട്ട് പോയി. പക്ഷേ അന്ന് അവർ നമ്മുടെ മേളിൽ ഇമ്പോസ് ചെയ്ത ആ പിക്ചർ ഓഫ് ബ്യൂറോക്രസി സ്റ്റിൽ സ്റ്റേസ് എന്ന് വെച്ചാൽ വേറൊരു കാര്യം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിനെ കാർ ഓടിച്ച് പോകുമ്പോൾ പോലീസ് ഫൈൻ ചെയ്ത് അവർ പോയി ഫൈൻ അടച്ചിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലും അവരുടെ സൈക്കിളിലാണ് ബോറിസ് ജോൺസൺ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിലും അവരുടെ നോർമൽ ആക്ടിവിറ്റീസിനും ദേ ആർ നോർമൽ പീപ്പിൾ, ദേ ആർ മച്ച് മോർ അക്കൗണ്ടബിൾ ദാൻ നോർമൽ സിറ്റിസൺസ്. പക്ഷേ ഇവിടെയോ അവർ എത്രയോ വർഷം മുമ്പ്, ഇപ്പോൾ 10-70 വർഷം മുമ്പ് അവർ കളഞ്ഞിട്ട് പോയിട്ടും നമ്മൾ ആ ലെഗസി ഓഫ് ഒരു ഹയറാർക്കി, ലെഗസി ഓഫ് ഒരു ലോഡ്ഷിപ്പ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇവിടെ പോയിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഈ ജോബിൻ്റെ ചാമായിട്ട് കാണുന്നത് ദ എബിലിറ്റി ടു ലോഡ് ഓവർ അതേഴ്സ് എന്നുള്ളതാണ് ആ ബേസിക് കൺസെപ്റ്റ്. അത് ഐ വുഡ് സേ ദിസ് ഇസ് സർവീസ്. ആ സർവീസിൽ താല്പര്യമുള്ളവർ വന്നാൽ നാട്ടിന് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഇത് യു ഗെറ്റ് എ ലോട്ട് ഓഫ് പെർക്സ്. ഈ പറഞ്ഞ പോലെ യു ആർ എബോവ് സോഷ്യലി, യു ആർ എബോവ് എക്കണോമിക്കലി വലിയ ഇതില്ല, കാരണം ഇറ്റ്സ് നോട്ട് എ വെരി ഹൈ പേയിങ് തിങ് കമ്പയർഡ് ടു ഓൾ ദ പ്രൈവറ്റ് സെക്ടർ. പക്ഷേ സോഷ്യലി യു ആർ എബോവ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ അത് മാത്രമാണ് എൻജോയ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി യു വോണ്ട് ബി ഡൂയിങ് വാട്ട് യു ആർ എക്സ്പെക്റ്റഡ് ടു ഡു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു തത്വശാസ്ത്രം പറഞ്ഞതല്ല, പക്ഷെ ശരിക്ക് ജനറലി മനസ്സിൽ വർക്ക് ചെയ്യുന്ന അതാണ്. ഓക്കെ. സോ ഒരു സോഫ്റ്റ്വെയർ നോട്ട് സാർ ഓൾറെഡി സാറിൻ്റെ ഹോബീസ് കാര്യങ്ങളൊക്കെ, സാർ സിനിമകളൊക്കെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. സിനിമ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് എനിക്ക്. ഓക്കെ. സിനിമ പാട്ടുണ്ട്. പാട്ട് പണ്ട് റേഡിയോയിൽ കേട്ട് ശീലിച്ചു. പാടും തോന്നുന്നു എനിക്ക്. സാർ മ്യൂസിക് ക്ലബിൻ്റെ ഒക്കെ ഭാഗമാണെന്ന്. ദാറ്റ്സ് ഓക്കെ. റേഡിയോയിലൊക്കെ പണ്ട് നമ്മൾ പാട്ട്, കാരണം പാട്ടൊരു പ്രധാന ഒരു സംഗതിയാണല്ലോ. സിനിമകളെല്ലാം സാർ പിക്ക് ചെയ്യാറുണ്ടോ? എല്ലാം കാണാറൊക്കെ? സിനിമ കുറേയൊക്കെ കാണും. അങ്ങനെ എല്ലാം കാണൂല, കുറേയൊക്കെ കാണും. ഇംഗ്ലീഷ് കൂടുതൽ കാണും, മലയാളവും കാണും. എനിക്കൊരു ഇവിടെയും ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംശയം, അതായത് സിനിമ കാണുന്നതുകൊണ്ട് ബന്ധപ്പെട്ട് പണ്ട് നമ്മൾ സിനിമയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, അതായത് 80-കളിലെ 90-കളിലെ സിനിമകളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ലിറ്റററി വർക്കുകൾ, പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാമിലി ഡ്രാമ, സോഷ്യൽ ഡ്രാമ പോലത്തെ വർക്കുകളൊക്കെ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഓഫ് ലേറ്റ്ലി സാറ് നോക്കുകയാണെങ്കിൽ 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് 10 ഒരു 7 സിനിമയിലും പോലീസ് ഇല്ലാത്ത സിനിമയില്ല. എല്ലാത്തിലും ക്രൈം. ഇപ്പൊ ആൾക്കാർക്കെല്ലാം എഡ്ജ് ഓഫ് ദ സീറ്റ്, സോഷ്യോപാത്ത്, സൈക്കോപാത്ത് സിനിമകളും മർഡർ മിസ്റ്ററീസ് ഒക്കെ ഭയങ്കരമായി ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു യോണറാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിൽ ഡെഫിനറ്റ്ലി ഞാൻ എവിടെ വിശ്വസിക്കുന്നു, ഇതൊരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനും കൂടാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ ക്രൈമിന്റെ ഒക്കെ റിഫ്ലക്ഷനും കൂടെ ആയിരിക്കും. എല്ലാം പോലീസ് ഇല്ലാത്ത സിനിമയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ കേസസ് ഇതൊക്കെ വരുന്ന സമയത്ത് സാറിന്റെ കരിയറിൽ ഭയങ്കര മറക്കാനാവാത്ത, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസോ, അല്ലെങ്കിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ? സംതിങ് വെരി ഒരു ഇൻട്രസ്റ്റിംഗ് കേസോ, അല്ലെങ്കിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടിയ
ഒരു IPS ഓഫീസർ എന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയും മെമ്മറി ഉണ്ടോ? കേസസ് കുറേ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കത് ഒരു അതിൻ്റെ ഒരു കഥയായിട്ട് പറയാൻ പറ്റുന്ന കേസുകളെന്ന് പറഞ്ഞാൽ ലെറ്റസേ ഇപ്പം ഞാൻ ഇടുക്കിയിൽ SP ആയിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് അങ്ങനത്തെ 1-2 കേസുകൾ. ഇടുക്കിയിൽ SP ആയിരുന്നപ്പോഴത്തേക്കും ഒരു കാലഘട്ടം സാർ അത് ഐ തിങ്ക് 94-95 ആ സമയത്ത് അവിടുത്തെ ഒരു വീട്ടിൽ ഒരു ഡബിൾ മർഡർ. അതായത് ഒരു ദിവസം രാവിലെ വി ഗെറ്റ് ദ ഇൻഫർമേഷൻ ദാറ്റ് തൊടുപുഴയിലുള്ള ഒരു വീട്ടിൽ ഒരു പ്രായമായ ഒരാളും അയാളുടെ വൈഫും കൂടെ താമസിക്കുന്ന വീട്ടിൽ ഒരു ജോലിക്കാരെയും കണ്ട് രാവിലെ ഒന്നും തുറന്നിട്ടില്ല. കയറിയപ്പോഴത്തേക്കും അവരെ മർഡർ ചെയ്തിട്ടുണ്ട്. വെരി ഗ്രൂസം തിങ്. അതായത് 2 പേരെയും, ഒരാൾ ബെഡിലും ഒരാൾ പിന്നെ ഡൈനിങ് ടേബിളിലും അങ്ങാണ്ട് കിടന്ന് ഒരുപാട് കട്ട്സും ബ്ലഡ് ഓൾ ഓവർ ദ പ്ലേസ്. അങ്ങനെ റിയലി ഒരു ഗ്രൂസം സീനാണത്. അപ്പോൾ അവിടെ പോയി അത് പിന്നെ പെട്ടെന്ന് ഭയങ്കര ഇതായി. 2 ഡബിൾ മർഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ പ്രഷറൈസ് ഓൺ പോലീസ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി. അപ്പോൾ അവരുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മെൻ്റലി ശകലം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങാണ്ടുണ്ട് ആ വീട്ടിൽ. അപ്പോൾ ആ കുട്ടി മാത്രം അവിടെ ഉണ്ട്. അപ്പം പക്ഷേ യു കാണ്ട് കമ്മ്യൂണിക്കേറ്റ്. അങ്ങനെ വന്ന് നോക്കി. അത് ഞാനുണ്ടെന്ന് അവിടുത്തെ DYSP ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസർ. അപ്പോൾ ഞങ്ങളവിടെ പോയി ഇങ്ങനെ കുറേ നോക്കിയിട്ട് വലിയ ഇതൊന്നുമില്ല. പിന്നെ കുറേ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കയറി. അവസാനം ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ഇവർ ഈ കണക്കെഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ അതിനകത്ത് കണക്കെഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ചില ആൾക്കാർ വന്നതും പോയതും ഒക്കെ സമയം വെച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെ അതിനകത്തൊരു പർട്ടിക്കുലർ എൻട്രി ഒരു തങ്ക എന്ന് പറഞ്ഞ തങ്ക വന്താൾ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി കണ്ടു. അപ്പോൾ വിചാരിച്ചു ഇത് തമിഴായിരിക്കും ഈ തങ്ക വന്താൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതോ തങ്ക ചിലപ്പോൾ ഇനി വന്നാൽ എന്തെങ്കിലും പൈസ കൊടുക്കണമെന്നോ. കാരണം ബേസിക്കലി അതൊരു പൈസ കൊടുക്കുന്ന കണക്ക് ബുക്കായിരുന്നു. വന്നാൽ ഇത്ര കൊടുക്കണമെന്നോ അങ്ങനെ എന്തോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ അത് നോക്കിയപ്പോഴത്തേക്കും പിന്നെ ആരോ പറഞ്ഞു അങ്ങനെയല്ല, തങ്ക വന്താൾ എന്നുള്ളത് ശരിക്കും തമിഴ് തന്നെ ആയിരിക്കും. അതായത് തങ്ക വന്താൾ, തങ്ക വന്നു. അപ്പോൾ പിന്നെ ഈ തങ്ക ആരാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മെയ്ഡ്, ഒക്കേഷണലി വരുന്ന ഒരു മെയ്ഡുണ്ട്. ആ മെയ്ഡിൻ്റെ പേരാണ് തങ്ക. പക്ഷേ അവരന്ന് വന്ന് കണ്ടതാരുമില്ല. അപ്പോൾ പിന്നെ അവർ ട്രേസ് ചെയ്തപ്പോൾ അവർ ഇടുക്കിയുടെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ വേറൊരു റിമോട്ട് ഏരിയയിലാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് അന്ന് അവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ആർ ജസ്റ്റ് ലേബറേഴ്സ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് അവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ട്. അയാളെ ആരോ കണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അയാളെ നോക്കി അയാളെ പിടിച്ചുകൊണ്ട് വന്ന് അയാളുടെ അടുത്ത് വലിയ എഫർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. എന്നപ്പോഴത്തേക്കും അവരാണ് ചെയ്തത്. ഈ സ്ത്രീയും ഇയാളും കൂടെയാണ് ചെയ്തത്. അതിലിപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 11 മണിക്കൊക്കെയാണ് നമ്മളിവിടെ എത്തുന്നത്. രാവിലെ റിപ്പോർട്ട് ചെയ്ത് 7-8 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് 11 മണി. വൈകുന്നേരം രാത്രി 10-11 മണിയോടെ സംഗതി സോൾവായി. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ റെക്കോർഡ് ടൈമിലാണ് സോൾവ് ചെയ്തത്. അപ്പോൾ അതിന് അന്നത്തെ ഹോം സെക്രട്ടറിയുടെയും ചീഫ് സെക്രട്ടറിയുടെയൊക്കെ അപ്രീസിയേഷൻ ലെറ്റർ ഇതൊക്കെ കിട്ടി. സോ ഇറ്റ് വാസ് ഇമ്പറേറ്റീവ് ദാറ്റ് യു സോൾവ് ഇറ്റ് ഫാസ്റ്റ്. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല സിനിമകളിലും യു ക്യാൻ ഫീൽ ദ ടൈം പ്രഷർ. അതൊരു ടൈം പ്രഷർ ആണല്ലോ എപ്പോഴും. അതായത് ദ ഹയറാർക്കി കംസ് അപ്പോൺ യു. പക്ഷെ അന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയണത്, എനിക്ക് അന്ന് ഞങ്ങളുടെ ഹയറാർക്കി ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോഴാണ് അത് ചൂടാവുന്നത്. പക്ഷെ ഇത് ലക്കിലി ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ദിവസത്തിനകത്ത് കിട്ടി. ഡബിൾ മർഡർ റെക്കോർഡ് ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ഈവൻ ദോ ദ ഇൻസിഡന്റ് ആസ് സച്ച് ഇസ് പ്രിറ്റി ഗോറി. ആൻഡ് ഇറ്റ്സ് എ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് തിങ്. കാരണം ഇവർ വളരെ നല്ല ഒരുവിധം പ്രായമായ കക്ഷികൾ, ലേബറേഴ്സൊക്കെയാണ്. ഇവരിത് ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇവർ വീട്ടിൽ വെച്ചിരുന്നു. അവരെ ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഒരു കാശിന് വേണ്ടിയിട്ട് ആളുകൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ വേറൊരു ഇതും കൂടിയാണ്. പിന്നെ ഈ സിനിമ പറഞ്ഞതിലുണ്ട്, പണ്ടത്തെ സിനിമ കണ്ടിട്ടുണ്ട്, 50s 60s സിനിമയിലും പോലീസുണ്ട്. പക്ഷേ കോമിക് ക്യാരക്ടേഴ്സാണ്. അടൂർ ബാസിയുടെ പോലീസ്, പ്രേം നസീർ പിന്നെ അതിലെ ഹീറോ ആണ്. പക്ഷേ എന്നാലും പോലീസ് ഇസ് കോമിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ 70s 80s 90s വന്നപ്പം ആക്ച്വലി സിറ്റ്കോംസും അതുപോലെ സ്ലാപ്സ്റ്റിക് കോമഡി ആയപ്പോൾ അവിടെയും പോലീസ് കോമിക്കാണ്. എക്സെപ്റ്റ് മേ ബി ഇപ്പം ചില സിനിമകൾ മമ്മൂട്ടിയുടെയും പത്മരാജൻ്റെയൊക്കെ ചില സിനിമകൾ വന്നതൊഴിച്ച് ബാക്കി അതല്ലെങ്കിൽ അതും കോമിക്കാണ്. പക്ഷെ ഇപ്പോൾ പോലീസ് ഈസ് ബീയിങ് ടേക്കൺ സീരിയസ്ലി. പക്ഷേ ഐ വുഡ് സേ ദാറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി. കാരണം ഇപ്പോൾ പോലീസ് ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റിസൻ്റെ ലൈഫിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പോലീസ് ഈസ് എ ബിഗ് ഇൻഫ്ലുവൻസ്. ഈവൻ ദോ യു ഡോണ്ട് സീ ദ പോലീസ്,
It is their presence or their efficacy which prevents a lot of things which you don't even know has been prevented. Prevented ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഒരിടത്ത് ഇറങ്ങിപ്പോൾ ഒരിടത്ത് പോയി ഒരിടത്ത് ചെല്ലുമ്പോൾ എത്ര ആക്സിഡൻറ്റ് ജസ്റ്റ് നടക്കാതെ പോയി എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, തട്ടുന്നതേ നമ്മൾ അറിയുന്നുള്ളൂ. പ്രിവെന്റ് ചെയ്തതിന്റെ ലിസ്റ്റ് നമ്മുടെ വരുന്നില്ല. അതിപ്പോൾ ഒരു പോലീസിനെ കുറിച്ച് അങ്ങനെ പൊക്കി പറയല്ല, ഇറ്റ്സ് എ ഫാക്ട്, അതൊരു സോഷ്യൽ സിസ്റ്റമാണല്ലോ. ഡെഫിനറ്റ്ലി. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലേ ചോദിച്ചത്. ഇപ്പോൾ ഒരു 10 മൂവീസ് നോക്കുകയാണെങ്കിൽ 8 എണ്ണം ഈ ഒരു പോലീസിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതൊരു സാറ് പറഞ്ഞ കറക്റ്റ് റിഫ്ലക്ഷൻ കൂടാണ്. സാർ ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഡു യു റിയലി എൻജോയ് ഇറ്റ്? അതോ? ഐ റിയലി എൻജോയ് ഇറ്റ്. കാരണം ഇപ്പോഴത്തെ സ്റ്റോറീസൊക്കെ വളരെ നല്ല ക്രിയേറ്റീവായിട്ട് നല്ലവണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഫാക്ട് ഫിക്ഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈവൻ അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഇൻസ്റ്റൻസ്. പക്ഷേ അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മറ്റേ നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച ഒരു എസ്ഐയുടെ സിനിമ ആക്ഷൻ ഹീറോ ബിജു. ആക്ച്വലി അവർ വളരെ കാര്യമായിട്ട് പോലീസ് ഞങ്ങളുമായിട്ട് വന്ന് ഏകദേശം ആ സ്ട്രെസ് ലെവല് ഈവൻ ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിലിം ഷൂട്ടിംഗ് ആയതുകൊണ്ട് അയാളുടെ ഓഫീസൊക്കെ സ്റ്റിൽ വെരി ഗുഡ് കമ്പയർഡ് ടു എ നോർമൽ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആ സ്ട്രെസ് ലെവല് അതിനകത്ത് വളരെ കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് എ പോലീസ്മാൻസ് ലൈഫ് ഈസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പോലീസ് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ ശരിക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യം അതാണ്. അതായത് അതർ ദാൻ ദ ഗ്ലിറ്റ്സ് ഓൺ ദ എന്താണ് അതെ ഫ്രണ്ട് ഓഫീസിലെ ഗ്ലിറ്റ്സ് അല്ല, പുറകിലുള്ള റിയാലിറ്റി, ആ ഒരു വിഷയമുണ്ട്. ഓക്കെ സാർ. തന്നെ അടുത്ത കമ്മിങ് ബാക്ക് ടു അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ആസ്പിറൻസ് നമ്മൾ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ ഇപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ അടുത്ത് കൂടുതലും അവരാണ് വരുന്നത്. അതിലിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഐ ഫെൽ ഇൻ ടു മൻമോഹൻ സിംഗ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞത്, സാർ ആക്സിഡന്റൽ IPS ഓഫീസറാണെന്ന് പറഞ്ഞ പോലെ യൂണിഫോം വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ ഇവരെടുത്ത് പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ നമുക്കിതിനെക്കുറിച്ച് വലിയ ഒത്തൻറ്റിക് ഇൻഫർമേഷൻ ഇല്ല. പലരും പറയുന്നത് എനിക്കൊരു ക്രൈം സീരീസ് ഒക്കെ വായിച്ചാൽ എനിക്കൊരു എൻ്റെ ഉള്ളിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്, അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഷൈൻ ചെയ്യാൻ എനിക്ക് പോലീസ് വേണം. ചില ആൾക്കാർ ദേ ആർ കോർ ഇൻ ടു ആക്ഷൻ, ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് റോയിലും IBയിലും CBIയിലും ഒക്കെ വർക്ക് ചെയ്ത് മേ ബി സിനിമയുടെ ഹാങ് ആയിരിക്കാം. അപ്പോൾ ഒരു IPS ഓഫീസർക്ക് ശരിക്കും സിവിൽ സർവീസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഇതിലേക്കുള്ളൊരു എൻട്രി ഇപ്പോൾ NSGയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. NSGയുടെ ഡയറക്ടർ IPS ഓഫീസർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് NSGയിൽ പോകാൻ പറ്റുമോ, IB റോ ഇതിലേക്കൊക്കെയുള്ള സാധ്യതകൾ എന്താണ് സാർ ശരിക്കും ഒരു സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ? സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IPSൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലൊക്കെ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു IPSൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു കാഡർ അലോട്ട്മെൻ്റ് ആണ്. ഇറ്റ്സ് എൻ ഓൾ ഇന്ത്യ സർവീസ് വെർ യു ഗെറ്റ് അലോട്ടഡ് ടു എ കാഡർ ആൻഡ് യു സെർവ് ഇൻ ദ കാഡർ. പിന്നെ ആ കാഡറിൽ നിന്ന് നമുക്ക് ഡെപ്യൂട്ടേഷൻസിന് അതർ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ നോൺ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം. വേറെ പലരും പല ഓർഗനൈസേഷനിലും പോയിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറഞ്ഞാൽ ഞാനിവിടെ വിമൻസ് കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നു കുറച്ച് കാലം. അപ്പോൾ അങ്ങനെ എന്താണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ വെളിയിലേക്ക് പോകാം. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പോലീസ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് ഈ CBIയും IBയും. അതൊക്കെ അതിലൊക്കെ നമുക്കതിൽ താല്പര്യമുണ്ട്. നമുക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ യു ഓപ്റ്റ് ഫോർ ഇറ്റ്. പിന്നെ നമ്മുടെ കരിയർ റെക്കോർഡ് കുറച്ച് നോക്കും, അവരൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്യും, എന്നിട്ട് ദേ വിൽ ടേക്ക് യു. പിന്നെ അതിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് IBയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹാർഡ് കോർ എന്ന് പറയും. അതായത് ഒരു 7 years IBയിൽ സെർവ് ചെയ്താൽ ദെൻ യു ആർ ഗിവൺ ആൻ ഓപ്ഷൻ വെദർ യു വാണ്ട് ടു റിയലി സ്റ്റേ ബാക്ക് ഇൻ IB. ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ യു വിൽ പ്രോഗ്രസ് ഇൻ IB. അപ്പോൾ നമ്മുടെ കരിയർ യു വിൽ ഹാവ് ടു പ്ലോട്ട് യുവർ കരിയർ, ചാർട്ട് യുവർ കരിയർ ഇൻ IB. അപ്പോൾ യു ലീവ് ദ നോർമൽ പോലീസിങ്, എന്നിട്ട് IBയിലേക്ക് പോകും. ഇൻ്റലിജൻസ് മാത്രം. എന്നിട്ട് സംഭവിക്കുന്നത് വെൻ യു റീച്ച് ദ ടോപ്പ്, ചിലപ്പോൾ ഓൺലി വൺ മാൻ മേക്സ് ഇറ്റ് ടു ദ ടോപ്പ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പീപ്പിൾ ദെൻ അഗെയിൻ കം ബാക്ക് because they can't make it to the apex post. 7 years കഴിയുമ്പോൾ നമ്മൾ 7 years കഴിയുമ്പോൾ they give you a choice. When you look back, I think if I'm not wrong, MK നാരായണൻ സാറിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ he complete career IB തന്നെയായിരുന്നു തോന്നുന്നല്ലോ. അപ്പോൾ അതെ അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത് ഇപ്പോഴൊക്കെ ഏകദേശം വരുന്നത് യു ഓപ്റ്റ് ഫോർ ഇറ്റ് ആൻഡ് യു ഗോ ദെയർ. ഇനിഷ്യൽ ടെന്യൂർ വിൽ ബി 4 years, മാക്സിമം 5 years. പിന്നെ അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡബിൾ അപ് ടു 7 years. അപ്പോൾ 7 years കഴിഞ്ഞ് ഇഫ് യു ആർ സ്റ്റേയിങ് ബാക്ക്, ദർ ഇസ് ആക്ച്വലി യു ആർ ഗിവൺ എ ചോയ്സ് വെദർ യു വാണ്ട് ടു ബിക്കം ഹാർഡ് കോർ. അപ്പോൾ ഹാർഡ് കോർ ആണെങ്കിൽ IBയിൽ അങ്ങനെയാണ്. CBIയിൽ അങ്ങനെ ഹാർഡ് കോറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. IBയിലും IBയുടെ സ്വന്തം ഓഫീസേഴ്സ് ഉണ്ട്, ഇൻ്റലിജൻസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ കുറച്ചൊരു ദ പെർസെൻറ്റേജ് വുഡ് ബി മോർ ഓഫ് IPS ഓഫീസേഴ്സ് ദെൻ ഡയറക്ടർ ഓഫീസേഴ്സ്. റാങ്ക്സിൽ അവർ കൂടുതലായിരിക്കും. CBIയിലും അതുപോലെ അവരുടെ സ്വന്തം കാഡറുണ്ട്.
അതുപോലെ യു ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ, യു ക്യാൻ സ്റ്റേ ദർ. പക്ഷേ CBI 7 years കഴിയുമ്പോൾ യു ടു കം ബാക്ക്. അവിടെ ഹാർഡ് കോറിൻ്റെ പരിപാടിയില്ല. യു ടു കം ബാക്ക് ആൻഡ് ദെൻ അഗെയിൻ മേ ബി ആഫ്റ്റർ 1 or 2 years നമുക്കൊരു ഡൊമൈൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇഫ് യു വാണ്ട് ടു ഗോ ബാക്ക് യു വിൽ ബി ടേക്കൺ ഫാസ്റ്റർ ദാൻ ബിക്കോസ് യു നോ ദ ജോബ്. അവരുടെ സിസ്റ്റം അറിയാവുന്നതുകൊണ്ട്. പിന്നെ അഗെയിൻ അറ്റ് ദ ടോപ്പ് ദിസ് ഇസ് ദ സെയിം തിങ്, ഓൺലി 1 man gets to the top. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് തിരിച്ച് കാട്ടിൽ പോകും. ബിക്കോസ് ദർ ആർ 4 or 5 ഈക്വലി ഗുഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഒരാൾ വിൽ ബി സെലക്ടഡ് ആൻഡ് ദ അതർ പേഴ്സൺസ് ഗോ ബാക്ക്. NSG is an ആർമി പോപ്പുലേറ്റഡ് ഓർഗനൈസേഷൻ. പക്ഷേ ഇതിപ്പോഴും അതിൻ്റെ ചീഫ് IPS ഓഫീസറാണ്. BSF, CRPF, പാരാമിലിറ്ററി, അതൊക്കെ ലാർജ് ഓർഗനൈസേഷൻസ്. അതിനകത്ത് നിന്നൊക്കെ അവരുടെ സ്വന്തം കാഡറുണ്ട്. BSFനും CRPക്ക് ITBPക്കൊക്കെ അവരുടെ കാഡറുണ്ട്. പക്ഷേ ഒരു DIG കഴിഞ്ഞിട്ട് മുകളിലോട്ട് DIG ലെവലിലൊക്കെ അവർക്ക് ഒരുപാട് ഇപ്പോൾ വേക്കൻസീസ് ഉണ്ട്. IPS ഓഫീസേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു ഗോ. ലോട്ട് ഓഫ് വേക്കൻസീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ DIG ലെവലിലൊക്കെ പോസ്റ്റിംഗ് വിൽ ബി വെരി ഹാർഡ്. കംഫർട്ട്സ് ഭയങ്കര കുറവായിരിക്കും. നേരെ മറിച്ച് IG ADGP ഒക്കെ ആകുമ്പോൾ ഇവർ കുറെ കൂടെ സിറ്റീസിലും ഹെഡ് ക്വാർട്ടേഴ്സിലും ഒക്കെ വരുന്നതുകൊണ്ട് പീപ്പിൾ പ്രിഫർ ദാറ്റ്. പക്ഷേ സ്റ്റിൽ IPS ഓഫീസേഴ്സ് are the main component in the top management. അപ്പോൾ ITBP സെൻട്രൽ പോലീസ് ഫോഴ്സിൽ SSLൊക്കെ അങ്ങനെയാണ്. അപ്പം ഇത് ഇസ് എൻ ഓപ്ഷൻ. യു ക്യാൻ ഗോ അക്കോർഡിംഗ് ടു യുവർ. പിന്നെ ആളുകൾ ഇറ്റ്സ് എ മിക്സ്. പേഴ്സണൽ പ്രിഫറൻസ് ഒന്ന്, രണ്ടാമത്തേത് പിന്നെ ഫിസിക്കൽ സർക്കംസ്റ്റാൻസസ്. ഇപ്പോൾ സപ്പോസ് യു ഗെറ്റ് എ കാഡർ, ഇപ്പോൾ സ്ഥിരം കാണുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്, ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗെറ്റ്സ് പോസ്റ്റഡ് ടു എ നോർത്ത് ഈസ്റ്റ് കാഡർ. You will try to get into a deputation and come back to Delhi and operate from there. കാരണം culturally there is a great difference. Some people gel and some people make it good there. പക്ഷേ everybody cannot do it. നോർത്ത് ഇന്ത്യൻസ്, അതായത് അതർ ദാൻ സൗത്ത് ഇന്ത്യൻസ് പലരും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ ദേ ഓൾസോ ചിലരുണ്ട് കുറച്ച് ഇതുപോലെ മിനിമം ടെന്യൂർ ഒരു SP ഒക്കെ ആയിട്ട് SP എക്സ്പീരിയൻസ് ദാറ്റ്സ് ക്രിട്ടിക്കൽ. അതൊരു 1, 2, 3, 4 വർഷം SP ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദേ ട്രൈ ടു ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ. ഈ IBയിൽ ഹാർഡ് കോർ പോകും, CBI പോകും. ബിക്കോസ് അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദർ ഇസ് എ നെഗറ്റീവ് സൈഡ് ടു ഇറ്റ്. പേഴ്സൺ ഹു കംസ് ഫ്രം എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഡൽഹി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 35 years ഒക്കെ അയാളുടെ സർവീസ് ഇവിടെ കഴിഞ്ഞ് അയാൾ തിരിച്ച് ചെല്ലുമ്പോൾ യെസ് നോബഡി ദെയർ. അയാളുടെ പാരൻസ് പോയി കാണും, റിലേറ്റീവ്സ് എല്ലാം, അയാൾക്ക് ഫാമിലി ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യുവർ റൂട്ട്സ് ആർ കട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ ചോയ്സ് ഓഫ് വേർ യു ഗോ, വിച്ച് ഓർഗനൈസേഷൻ യു ഗോ എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യവും അതേസമയം നമ്മുടെ അന്നത്തെ സർക്കംസ്റ്റാൻസസും ഫാമിലി, ബാക്കിയുള്ള പിള്ളേരുടെ എഡ്യൂക്കേഷൻ, പലരും ഡൽഹിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചേർന്ന ഒരു മിക്സാണ്. അത് നമ്മൾ അതിനകത്തോട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഫ്രം ഇപ്പോൾ നമ്മളിപ്പോൾ റോയിൽ അല്ലെങ്കിൽ IBയിൽ ചേരണം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പോകുന്നതിൽ അത് വലിയ അർത്ഥമില്ല. ബിക്കോസ് യു റിയലി ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. യു റിയലി ഡോണ്ട് നോ വെദർ യു വുഡ് ലൈക്ക് ഇറ്റ് ദർ. അത് പറയാനൊക്കില്ല. സാറിന്റെ ലൈഫിൽ കരിയറിലെ പോയിന്റിൽ അങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് വന്നിരുന്നു സാർ? ഓപ്ഷൻ വാസ് ഓൾവേസ് ദർ ആക്ച്വലി. സാർ നേരത്തെ പറഞ്ഞ സാറിന്റെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടാണോ? അല്ലല്ല, ഒന്ന് ബേസിക്കലി ഹോം കാർഡറാണ് എനിക്ക്. ഞാൻ ഐ എം എ കേരള കേരള കാർഡർ. അപ്പോൾ ദാറ്റ് ഇസ് എ ബോണസ്. അപ്പം ഞാൻ SP കഴിഞ്ഞിട്ട് ഞാൻ DIG ലെവലിൽ ഞാൻ ഡെപ്യൂട്ടേഷനൊക്കെ പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ ബാച്ച്മേറ്റ്സിനെയൊക്കെ അടുത്തൊക്കെ പലയിടത്തും ചോദിച്ചു. അതുപോലെ ഇവിടെയുള്ള എൻ്റെ കൊളീഗ്സും ഇമ്മീഡിയറ്റ് സീനിയേഴ്സായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ ആർ യു ക്രേസി, കേരള ഇസ് സച്ച് എ ഗുഡ് കാർഡർ, വൈ ഡു യു വാണ്ട് ടു ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ. ഇനി ഈ പറഞ്ഞ പോലെ ഒരാൾ ഡെപ്യൂട്ടേഷനിൽ പോയാൽ അവർക്കൊക്കെ പോകാൻ പറ്റും. ഐ മീൻ ദർ ഇസ് എ കോട്ട ഓൺ ഡെപ്യൂട്ടേഷൻ. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി റിമോട്ട് പോസിബിലിറ്റി അവനിനി അങ്ങോട്ട്. പക്ഷെ അതല്ല, ഐ മീൻ വെരി ഗുഡ് ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ സിൻസിയർ ഹാവ് ബീൻ ടെലിംഗ് മീ വൈ ഷുഡ് യു ഗോ. ദാറ്റ് ഈസ് ആക്ച്വലി വെരി ട്രൂ ഇൻ IPS. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് മൈ ബാച്ച്മേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ ഗൈസ് ഹു ഹാവ് ഗോട്ട് ഹോം കാർഡർ ഹാവ് നോട്ട് ഷിഫ്റ്റഡ്. പോയിട്ടേ ഇല്ല. വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ. വളരെ കുറച്ച് പേര് ചില കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് എനിക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ IB ഡയറക്ടർ ആവണം, ഐ മീൻ ഐ റിയലി വോണ്ട് ടു മേക്ക് സംതിങ് ഓഫ് മൈസെൽഫ് എന്ന് അത്ര ഡ്രൈവ് ഉള്ള ആൾക്കാർ, ദ ഗോ ഗെറ്റേഴ്സ്, ക്ലൈംബേഴ്സ്, അത് നത്തിങ് നെഗറ്റീവ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതായത് അംബിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റത് യു ആർ ഹാപ്പി അറ്റ് യുവർ ഹോം, വൈ ഡു യു വാണ്ട് ടു ഗോ. പിന്നെ വേറെ പിന്നെ ഫാമിലി കൺസേൺസാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലെറ്റസ് DIG IG എന്നൊക്കെ പറയുമ്പോൾ 30-40 വയസ്സാവും. അപ്പോൾ പിന്നെ പാരൻസ് പ്രായമാവും, അപ്പോൾ അവരെ നോക്കണം. അങ്ങനെയുള്ള വേറെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് അതിനകത്ത് വരും. അങ്ങനെയൊക്കെ വന്നു. പിന്നെ സിൻസ് ഐ വാസ് നോട്ട് മിസ്സിങ് എനിത്തിങ് ഐ സ്റ്റേഡ് ബാക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് UN ഡെപ്യൂട്ടേഷൻ, അതുപോലെ വേറെ ചിലതൊക്കെ വരും, അതിന് പോകാം. അതിനാണ് അടുത്ത ചോദ്യം. സാറിൻ്റെ കരിയറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് you went into Bosnia, UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ബോസ്നിയ ഹെർസഗോവിന ആ സമയത്ത്. So tell us something about that. അതെങ്ങനെയായിരുന്നു UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ പോകുന്ന സമയത്തും
അത് ഏത് വർഷമായിരുന്നു സാർ അത്? അത് ഞങ്ങൾ പോയത് 90-ൽ 89 അല്ല സോറി 99-ലാണ് പോയത്. 99-ലാണ് പോയത്. അപ്പോൾ അത് ആക്ച്വലി ബോസ്നിയയിൽ ഡേറ്റൺ അക്കോർഡ് പീസ് അക്കോർഡ് വന്ന് അവിടെ വാർ സ്റ്റോപ്പ് ചെയ്ത് അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പീസ് കീപ്പിംഗ് കോഴ്സ് UN കൊണ്ടുവന്നു. ആ സമയത്താണ് വലിയ മാസക്കറൊക്കെ കഴിഞ്ഞിട്ട് ഒരു പീസ് വരുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. എല്ലാ IPS ഓഫീസേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാറുണ്ടോ? അത് അല്ല, ഇറ്റ് ഗെറ്റ്സ് അഡ്വർടൈസ്ഡ്. ആക്ച്വലി ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ദിസ്. എനിക്കിത് ഇതിനെക്കുറിച്ച്, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ വി ആർ ഹാപ്പി അറ്റ് ഹോം, സോ യു ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് എനിത്തിങ്. അങ്ങനെ വന്നപ്പോഴാണ് ആക്ച്വലി എൻ്റെ 87 ബാച്ചിലൊരു ഓഫീസർ, ഹി വാസ് പോസ്റ്റഡ്, ഹി വാസ് യൂണിയൻ ടെറിട്ടറിക്കാർ ലക്ഷദ്വീപ്, ആൻഡമാൻസ് അങ്ങനെ. അപ്പോൾ ലക്ഷദ്വീപിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹം ഫോർ സംതിങ് ഹി കെയിം ടു നമ്മുടെ കേരള PSQൽ വന്നു. ഹി മെറ്റ് മീ, ഐ വാസ് ദ ഏജ് ചെയ്തർ, സോ ഹി മെറ്റ് മീ ആൻഡ് വി ഗോട്ട് ടു ടോക്കിംഗ്. ദെൻ ഈ സെഡ് ഇങ്ങനൊരു സാധനമുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദെൻ ഇറ്റ് വാസ് ഡിസ്കവേർഡ്. എന്നിട്ട് ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിരുന്ന എൻ്റെ ഒരു ജൂനിയർ കൊളീഗുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു എങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ വേറെ നോബഡി നോസ് അബൌട്ട് ദിസ് ആൻഡ് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് അതിന് മറ്റേ വണ്ടി ഓടിക്കുകയൊക്കെ വേണം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പം അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ആരുടെയും നോക്കി ഇറന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി മേടിച്ച് അത് വെച്ചൊക്കെ എടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അവിടെ പോയി യു ഹാവ് പ്രിലിമിനറി ടെസ്റ്റ്. അന്ന് അത് ചെയ്ത ITBP ആണ്. യു ഹാവ് എ ടെസ്റ്റ് വെയർ ബൈ യുവർ നോളജ് ഇൻ ഇംഗ്ലീഷ്, ഒരു കോംപ്രിഹെൻഷൻ, പിന്നെ അതായത് ലിസണിങ് ടു ഇംഗ്ലീഷ് കോൺവെർസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ്, അത് പിന്നെ ഒരു ബേസിക് കോംപ്രിഹെൻഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ്, അങ്ങനെ ഒരു അതടങ്ങുന്ന ഒരു IELTS എന്നൊക്കെ അതിനെന്തോ VSAT എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വേണം. പിന്നെ ഒരു സ്ട്രിക്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് രണ്ടും പാസ്സായാലേ യുവർ നെയിം വിൽ ബി കൺസിഡേർഡ് ഫോർ ഡിപ്ലോയ്മെൻറ്റ്. എന്നിട്ട് MHA ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് MEA ചെയ്യും. ഒരു ഫിൽറ്ററിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ അന്ന് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറെ ആർക്കും അറിഞ്ഞൂടാ, ആർക്കും വേണ്ട. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ്. രസമുള്ള കാര്യം, ഇവിടെ ഹാർഡ്ലി പീപ്പിൾ ഈവൻ നൗ നോ ബോസ്നിയ എന്നൊരു രാജ്യം ഉണ്ടോ തന്നെ അതെ ആൾക്കാർക്ക് അറിയില്ല. ആക്ച്വലി ഞങ്ങൾ ഈ ആപ്ലിക്കേഷനെ കൊണ്ട് ഞങ്ങളുടെ ദെൻ DG അടുത്ത് ഫൈൻ ഓഫീസർ ഇപ്പോഴും വി ആർ ഇൻ ടച്ച്. അപ്പോൾ എവരിബഡി നോസ് അബൌട്ട് ബോസ്നിയ ആസ് എ വാർ ടോൺ കൺട്രി, അവിടെ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ചോദിച്ചാൽ ആർ യു ക്രേസി ഗോ ടു ദാറ്റ് പ്ലേസ്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, വെളിയിൽ ഒന്നും അറിഞ്ഞിടാത്ത ഒരാളിന് IPS എടുക്കണമെന്ന് പറഞ്ഞ എന്തോസിയാസം, അതുപോലെ ഞങ്ങളൊരു എന്തോസിയാസത്തിന് ചാടിയതാണ്. പക്ഷെ എന്തായാലും അയച്ചു, കിട്ടി, പോയി. പക്ഷെ ഐ വിൽ ടെൽ യു, ഞങ്ങളുടെ കരിയറിൽ തന്നെ ഞങ്ങൾ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. ബോസ്നിയ മീൻസ് ഇറ്റ്സ് എ സെൻറ്റർ ഓഫ് യൂറോപ്പ്. അവിടെ വാറും പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഫോർ 1 month വർക്ക് യു ഗെറ്റ് 3 days ലീവ്. അപ്പോൾ നെക്സ്റ്റ് മന്തിൻ്റെ കൂടെ ആകുമ്പം ഒരു മന്ത് എൻഡിൽ യു ഗെറ്റ് അബൌട്ട് 6 days. യു കോൾ ഇറ്റ് കോമ്പൻസേറ്ററി ടൈം ഓഫ് CTO. ആ 6 months വി ട്രാവൽഡ് 6 days ആ 6 days ബെറ്റ് വെച്ച് വി ട്രാവൽഡ് ഓൾ ഓവർ യൂറോപ്പ് മൊത്തം കണ്ടു. അപ്പോൾ ദാറ്റ് ഇസ് വൺ ഓഫ് ദ ടെറിഫിക് എക്സ്പീരിയൻസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും ഇറ്റ്സ് എ ലെസൺ ഇൻ ലൈഫ്. അതായത് ഈ എന്ന് വെച്ചാൽ നമ്മളൊന്നും അറിഞ്ഞുകൂടാതെ എടുത്ത് ചാടണമെന്നല്ല, പക്ഷേ ഈ ഇഫ് യു let us take the less traveled road or you take a calculated risk, many times the result is very sweet. പക്ഷേ ഓഫ് കോഴ്സ് അതിൻ്റെ വേറെ ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് പേർക്ക് അവിടെ പോയി ആക്സിഡൻസ് ഒക്കെ പറ്റിയവരുണ്ട്. മറ്റേ കാഷ്വാലിറ്റീസ് ഒന്നും ഞങ്ങളുടെ ഇന്ത്യൻ കണ്ടിജൻറ്റിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദ റിസ്ക് വാസ് ഡെഫിനറ്റ്ലി ദെയർ. പക്ഷേ അല്ലാതെ വേറെ കുറേ ഇഷ്യൂസ് വന്നവരുണ്ട്. പക്ഷേ സ്റ്റിൽ ദാറ്റ് റിമൈൻസ് വൺ ഓഫ് അവർ ബെസ്റ്റ് പോയിന്റ്സ് ഇൻ ദ കരിയർ. സോ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല? അല്ല, അന്നുണ്ടായിരുന്നു വെച്ചാൽ സേഫ്റ്റി ഇഷ്യൂസ് പലയിടത്തും. വണ്ടി മറിഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്, വെടിവയ്പ്പിൻ്റെ ഒക്കെ ഇടയിൽ പെട്ട് എവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ അതിൻ്റെ പ്രോബ്ലംസ് ഓഫ് ദ ജോബ്. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വെൻ ദെൻ യു ഗെറ്റ് പെയ്ഡ് ഇൻ ഡോളേഴ്സ്. സോ ദെൻ ദാറ്റ് യു ക്യാൻ, അങ്ങനെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റിയത്.